ഹലോ ഓൾ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്, ഫാബ്രിക്കേഷൻ എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നുമല്ല. എങ്കിലും ഞാൻ ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറയാം. ഓക്കെ. അപ്പോൾ ഫാബ്രിക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസിൻ്റെ ഫാബ്രിക്കേഷനിൽ ഓക്കെ, ഫാബ്രിക്കേഷൻമ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ് ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ 5 പ്രോസസ്സാണുള്ളത്. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് 5 പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ, ബ്ലോയിങ്, ദെൻ കലണ്ടറിങ്, കാസ്റ്റിംഗ്, ലാമിനേറ്റിംഗ്, മൗൾഡിങ്. ഓക്കെ, ഇങ്ങനെ 5 പ്രോസസ്സാണുള്ളത്. അതിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലംബ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ട് അതിനെന്ത് ചെയ്യും, ബ്ലോ ചെയ്യിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. ഇനി കലണ്ടറിങ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ 2 സിലിണ്ടറിക്കൽ റോൾസിനിടയിലേക്ക് എന്ത് ചെയ്യും, പ്ലാസ്റ്റിക് മെറ്റീരിയലിനെ നമ്മൾ പാസ് ചെയ്യിക്കും. അപ്പോൾ നമ്മൾ പ്ലെയിനും ഫ്ലാറ്റും ആയിട്ടുള്ള ഷീറ്റ്സ് ഓഫ് പ്ലാസ്റ്റിക് ഉണ്ടാക്കാനാണ് നമ്മൾ ഈ കലണ്ടറിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് സെല്ലുലോസ് പ്ലാസ്റ്റിക്കിനാണ് ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്, കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ലാമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ തെർമോസെറ്റിംഗ് റെസിൻസിനെ നമ്മൾ എന്ത് ചെയ്യും, പേപ്പറിൽ അല്ലെങ്കിൽ ഷീറ്റ്സ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ആസ്ബസ്റ്റോസിലോട്ട് നമ്മൾ തെർമോസെറ്റിംഗ് റെസിൻസിനെ അപ്ലൈ ചെയ്യും. എന്തിനാണ്? ടു ഫോം പ്ലാസ്റ്റിക് ലാമിനേറ്റ്സ്. ഓക്കെ, നമ്മുടെ പ്ലാസ്റ്റിക് ലാമിനേറ്റ്സ് ഉണ്ടാക്കുക, അതിനാണ് പ്ലാസ്റ്റിക് ലാമിനേറ്റ്സ് ഉണ്ടാക്കാനാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ലാമിനേറ്റ്സ് ഉണ്ടാക്കാൻ നമ്മൾ ഏത് റെസിനാണ് യൂസ് ചെയ്യുന്നത്? തെർമോസെറ്റിംഗ് റെസിൻ. ഓക്കെ, അപ്പോൾ തെർമോസെറ്റിംഗ് റെസിൻസിനെ നമ്മൾ പേപ്പർ അല്ലെങ്കിൽ ആസ്ബസ്റ്റോസ് അതിലോട്ട് നമ്മൾ അപ്ലൈ ടു ഫോം പ്ലാസ്റ്റിക് ലാമിനേറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ലാമിനേറ്റ്സിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വേരീസ് ഫ്രം 0.12 mm to 15 mm വരെ അതിൻ്റെ തിക്നെസ് വേരി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ നല്ല എക്സലൻ്റ് ആയിട്ടുള്ള മെക്കാനിക്കൽ ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത് വരുന്നത് മൗൾഡിംഗ് ആണ്. മൗൾഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺലി അഡോപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് മൗൾഡിംഗ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ് ഒക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഇതാണ്, മൗൾഡിംഗ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ റോ മെറ്റീരിയലിനെ എടുത്ത് ഒരു മൗൾഡിൽ പ്ലേസ് ചെയ്യും, എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്യും. ഓക്കെ, മൗൾഡിംഗ് ക്യാൻ ബി ഡൺ ബൈ വേരിയസ് മെത്തേഡ്സ്. നമ്മൾ കംപ്രഷൻ മൗൾഡിംഗ് ഉണ്ട്, എക്സ്ട്രൂഷൻ മൗൾഡിംഗ് ഉണ്ട്, ഇഞ്ചക്ഷൻ മൗൾഡിംഗ് ഉണ്ട്, ജെറ്റ് മൗൾഡിംഗ് ഉണ്ട്, ട്രാൻസ്ഫർ മൗൾഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏത് മൗൾഡിംഗ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു ഏത് മൗൾഡിംഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്തു എന്നുള്ളത് ഈ നമ്മുടെ എന്ത് ആർട്ടിക്കിളാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ മൗൾഡിങ്ങിനും വീണ്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഞാനിപ്പോൾ എന്തായാലും അത് എടുക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ഇവിടെ വെച്ചിട്ട് പ്ലാസ്റ്റിക് എന്നുള്ള ടോപ്പിക്ക് നിർത്തുവാണ്. നമുക്ക് പിന്നീട് സമയം കിട്ടുവാണെങ്കിൽ ഈ മൗൾഡിങ്ങിൻ്റെ ആ കംപ്രഷൻ മൗൾഡിങ് എന്താണെന്നും എക്സ്ട്രൂഷൻ മൗൾഡിങ്, ഇഞ്ചക്ഷൻ മൗൾഡിങ് ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തോടെ ഇവിടെ വെച്ച് നമ്മൾ പ്ലാസ്റ്റിക് എന്നുള്ള ടോപ്പിക്ക് ഇവിടെ നിർത്തുവാണ്. ഓക്കെ, താങ്ക് യു.